എന്റെ കൂടെ ഉണ്ട് ബിനീഷ് കോടിയേരി. 10 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും. ബിനീഷ് എന്ത് പറയണം? ട്രൂ ഓർ ഫോൾസ്? 10 കണക്കിന് ഫൺ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഞാനൊരു പാവമാണ്. ട്രൂ ഓർ ഫോൾസ്? ട്രൂ. കള്ളം പറയരുത്. ട്രൂ. ഞാൻ നല്ലൊരു പ്ലെയർ ആണ് ക്രിക്കറ്റില്. അത് ഓഫ് കോഴ്സ് ട്രൂ. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു ഗുണ്ടാ സംഘം ഉണ്ടാവും. ഫോൾസ്. എനിക്ക് ഗുണ്ടകളെ പരിചയമുണ്ട്. ട്രൂ ഓർ ഫോൾസ്? ഫോൾസ്. സിനിമ ഇല്ലെങ്കിലും ഞാൻ പുല്ല് പോലെ ജീവിക്കും. ട്രൂ ഓർ ഫോൾസ്? ട്രൂ. സിനിമയില്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യും. ബിനീഷ് ഏതോ ഒരു വലിയ കമ്പനി ഡയറക്ടർ. ഞാൻ വൈസ് പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ്. ഇപ്പം CCL കഴിഞ്ഞ വർഷം വന്നതിന് ശേഷം സിനിമകൾ കിട്ടിയതിന് ശേഷമാണ് അവിടെ നിന്ന് മാറി ഇപ്പം സിനിമയിലേക്ക് എന്നെ കൂടുതലായിട്ട് സജീവമായത്. ഒരു ബിസിനസ് റൺ ചെയ്യാനുള്ള ആവതയും പക്വതയൊക്കെ ഉണ്ട്. ആവതുണ്ട്, പക്വതയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മനസ്സുകൊണ്ട് നല്ലൊരു പൊളിറ്റീഷ്യൻ ആണ്. ട്രൂ ഓർ ഫോൾസ്? ട്രൂ. എനിക്കും ഒരു മിനിസ്റ്റർ ആകണം. ട്രൂ ഓർ ഫോൾസ്? ഫോൾസ്. ആഗ്രഹം വെച്ചിട്ട് ഒന്നിൽ നിൽക്കുന്ന ഒരാളല്ലേ. ഇലക്ഷൻ നിന്നാൽ ഞാനും ജയിക്കും. ട്രൂ ഓർ ഫോൾസ്? ഫോൾസ്. ഇപ്പൊ അങ്ങനെ ജനങ്ങൾ ഒരു ദിവസം കയറിയിട്ട് ഇലക്ഷൻ നിന്നിട്ട് ജയിപ്പിച്ചു വിടുന്നെങ്കിൽ അത് എന്റെ ഗുണം കൊണ്ടല്ല, ജനങ്ങളുടെ കുഴപ്പമാണ്. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ട്രൂ ഓർ ഫോൾസ്? ട്രൂ. തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യന്മാർ അങ്ങനെ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ തെറ്റുകളിൽ ഞാൻ ഖേദിക്കുന്നുണ്ട്. കുറേ ഇതിൽ ഞാൻ തെറ്റുകൾ ചെയ്തിട്ട് കരഞ്ഞിട്ടുണ്ട്. ഫോൾസ്. എന്റെ അച്ഛന്റെ അടുത്ത് ഞാൻ കുമ്പസരിച്ചിട്ടുണ്ട്. ട്രൂ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പലവട്ടം കയറിയിട്ടുണ്ട്. ട്രൂ. ആ സമയത്ത് ഫോൺ വരാറുണ്ടോ? പിന്നെ ഈ സിനിമയിലെ കാണുന്ന പോലെ മേലേന്ന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കേസുകൾ ഒരിക്കലും പ്രതിയാവില്ലായിരുന്നു. മേലേന്ന് വന്നതാ ഇറക്കി വിടർന്ന് പറഞ്ഞു. ഒരിക്കലും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കേസുകൾ പ്രതിയാവില്ലല്ലോ. അന്ന് സമര കേസുകളിൽ ഏറ്റവും കൂടുതൽ കേസുകൾ എനിക്കെതിരായിട്ടുണ്ടായിരുന്നില്ല. സമരത്തിൽ പങ്കെടുത്ത കേസ്, വേറൊരു കേസ് എനിക്കെതിരായിട്ടില്ല. സമരങ്ങളിൽ പങ്കെടുത്ത കേസുകൾ ഒരുപാടുണ്ടായിരുന്നു. ഗേൾസ് എന്റെ വീക്ക്നെസ് ആണ്. ട്രൂ ഓർ ഫോൾസ്? വീക്ക്നെസ് അല്ല, ഫ്രണ്ട്സ് ഉണ്ട്. യൂട്യൂബിൽ കാണുന്ന പലതും സത്യമല്ല. ട്രൂ ഓർ ഫോൾസ്? സത്യമല്ല. ട്രൂ. സത്യമല്ല. പിന്നെ എന്താ കാണുന്നതൊക്കെ? പലതും ഫേക്ക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ മേക്ക് ചെയ്യുന്നുണ്ട്. പലതും പല എഡിറ്റിംഗ് വേർഷൻസ് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ബിനീഷ് എങ്ങനെ അതിന് ഓവർകം ചെയ്യുന്നത്? അല്ല, അത് കാണാതിരിക്കണം. അങ്ങനത്തെ ഒരു കാരണം പ്രോത്സാഹിപ്പിക്കുന്നത് അത്രേ ഉള്ളൂ. ഞാൻ പറയില്ല, മുമ്പ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ആ പേര് ഈ പേരൊക്കെ നമ്മളെ പേര് പറഞ്ഞിട്ടുണ്ടാവും. അത് ആ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന സമയത്തുള്ളത് മാത്രമല്ല. അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാ ആളുകൾക്കും ഇപ്പം എൻ്റെ ഒരു സെക്ടർ മാറി. ഞാനിപ്പം വെറും ഒരു സിനിമ ക്രിക്കറ്റ് എന്നുള്ള രൂപത്തിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ പൊളിറ്റിക്സിൽ ഇല്ല. ഇപ്പം ഞാൻ എൻ്റെ സിനിമയും ക്രിക്കറ്റുകളെയൊക്കെ ആയിട്ട് ഒതുങ്ങി അത്യാവശ്യം ജീവിച്ചു പോട്ടെ. വിവാദങ്ങളെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് ബിനീഷ്? സ്വന്തം ലൈഫിൽ വിവാദങ്ങൾ ചിലതൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ കറക്റ്റാണ്, ചില കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ അട്ടർ ഫൂളിഷ്നെസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് ചാനൽസിൽ വരുന്ന പല വിവാദത്തിലും പലത് കറക്റ്റാണ്. അങ്ങനെ ഞാൻ പറയില്ല. ചിലത് കറക്റ്റാണ്, ചിലത് ശരിയല്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഇന്നേ വരെ ഒരു കാര്യവും ആർക്കും തെളിയിക്കാൻ പറ്റിയില്ല. ഒരു കാര്യം ട്രൂ ആണെന്ന് ആർക്കും പണ്ടെത്താൻ പറ്റിയിട്ടില്ല. And that's Binish Kodieri with me on Club FM Star Jam. 10 കണക്കിന് ഫൺ. AK47 Part 2 എന്ന റൗണ്ടിലേക്ക് പോവാണ്. എന്റെ കൂടെ ഉണ്ട് ബിനീഷ് കോടിയേരി. CCL ഈ പറയുന്നവർക്ക് ക്രിക്കറ്റിൽ ഇംപ്രൂവ്മെന്റ് എത്രത്തോളം ഉണ്ടെന്ന് പറയണം. നിവിൻ പോളി ഇസ് എ ഗുഡ് ബാറ്റ്സ്മാൻ, നന്നായിട്ട് കളിക്കുന്നു. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണ്. മോഹൻലാൽ ഇസ് എ ഗുഡ് ഫീൽഡർ. ഐ തിങ്ക് ഗുഡ് ഫീൽഡർ മീൻസ് ഇപ്പം ഒരു ഇതിൽ ആ ഒരു ഫിസിക്ക് വെച്ചിട്ട് ഇത്ര നന്നായിട്ട് ഫീൽഡ് ചെയ്യാനും ബോൾ ചെയ്യാനും ആ ഒരു മൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ലാലേട്ടൻ. ലിസി ക്രിക്കറ്റിന്റെ ആസ്വാദനം. ലിസ് ചേച്ചി ഏറ്റവും നല്ല ഓർഗനൈസർ, ടീമിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും തരുന്ന ഒരു ലേഡി. ലിസ് ചേച്ചിയുടെ ആ ഒരു കപ്പാസിറ്റി കൊണ്ട് തന്നെയാണ് നമ്മൾ ടീമിന്റെ ഒരു കോർഡിനേഷൻ നന്നായിട്ട് പോകുന്നത്. രാജീവ് പിള്ളൈ ഗുഡ് ബാറ്റ്സ്മാൻ, ഗുഡ് ബോളർ, ഓൾറൗണ്ടർ. രാജീവ് ഇത്തവണ 6 അടിക്കുമോ? രാജീവ് 6 അടിക്കണം, അതാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. മമത മോഹൻദാസ് ഗുഡ് ചിയറിംഗ്. മമത വന്നതിന് ശേഷം ടീമിന് ഒരു പൊടിക്ക് ഇത് കൂടി ഉണ്ടോ? മമത വന്നതിന് ശേഷം പ്രത്യേകിച്ച് ചിയറുണ്ടോ അങ്ങനെയില്ല. ഇപ്പം മമതയൊക്കെ നമ്മളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പം മമത ഇസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് ഓൾ. അതാണല്ലോ ഇപ്പം മമതയും ഭാവനയാണ് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ. അപ്പൊ ഭാവന കഴിഞ്ഞ വർഷം നമ്മളോട് ഫുൾ ടൈം ഉണ്ടായിരുന്നതാണ്. ഭാവനയ്ക്ക് കളി അറിയില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഇപ്പൊ കളി പഠിച്ച്. ആൻഡ് വാട്ട്സ് യുവർ ജേഴ്സി നമ്പർ? 55. നോട്ട് ചെയ്തിട്ടുള്ള ജേഴ്സി നമ്പർ ഏതാണ് നിങ്ങളുടെ ടീമിലെ? 10 ലാലേട്ടൻ. അടുത്ത ഡാഷ് കാരണമാണ് ഞാൻ ഫേമസ് ആയത്. CCL. ക്രിക്കറ്റ് അല്ലാതെ എനിക്ക് ഡാഷ് ഒക്കെ അറിയാം. അഭിനയം അറിയാം, ഡാൻസ് അറിയാം. വൺ ഡേ മാച്ച് കളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിന് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ശമ്പളം കിട്ടും. ഒരു 2020 മാച്ച് കളിച്ചാൽ അവർക്ക് 4 ലക്ഷം രൂപ ശമ്പളം ഉണ്ട്. അപ്പൊ പിന്നെ ഒരു 2020 മാച്ച് കളിച്ചാൽ CCL കാർക്ക് എത്ര രൂപ ശമ്പളം കിട്ടും? സസ്പെൻസ്. കിട്ടുമോ? ശമ്പളം കിട്ടും. ഞാനിപ്പോ 2 അവസ്ഥകൾ പറയാം ബിനീഷിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയണം. A മിനിസ്റ്ററിന്റെ സൺ ആയിരുന്ന സമയത്ത്, B മിനിസ്റ്റർ അല്ലാതിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ സൺ ആയിരുന്ന സമയത്ത്. മിനിസ്റ്ററുടെ സൺ ആയിരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ നമുക്ക് സഹായിക്കാനും പറ്റും, ഒരുപാട് നല്ല ചീത്ത പേരുകളും കേൾക്കും. മിനിസ്റ്ററുടെ സണ്ണ എല്ലാവരുടെ സമയത്ത് നമുക്ക് നമ്മൾ ചീത്ത പേര് കുറവായിരിക്കും. മീഡിയ അധികം പുറകെ ഓടില്ല. അല്ല, അതുകൊണ്ട് മാത്രമല്ല ഇപ്പം സ്വാഭാവികമായിട്ടും ലൈം ലൈഫ് ഇപ്പൊ എന്റെ അവസ്ഥ തന്നെ ബാക്കി ഇപ്പോൾ ആളുകൾക്ക് ഉണ്ടാവാം. ബിനീഷ് കോടിയേരി കൂടുതൽ സമ്പാദിച്ചത് എന്ത്? A ചീത്ത പേര്, B നല്ല പേര്. ഇപ്പം നല്ല പേര് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ചീത്ത പേര് സമ്പാദിച്ചു തോന്നിയിട്ടുണ്ടോ? ചീത്ത പേര് സമ്പാദിച്ചു തോന്നിയിട്ടുണ്ട് സ്വാഭാവികമായിട്ട്. ഞാൻ 2 കാര്യം പറയാം. ചൂസ് വൺ. ബിനീഷ് A ഗുഡ് ബോയ്, B ബാഡ് ബോയ്. ഗുഡ് ബോയ്. സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ വളരെ മോശമാണ് എന്നാരെങ്കിലും പറയൂ. And that's Binish Kodieri with me on Club FM Star Jam. 10 കണക്കിന് ഫൺ. എന്റെ കൂടെ ഉണ്ട് ബിനീഷ് കോടിയേരി on Club FM Star Jam.
സിനിമയുടെ കുറച്ച് ക്ലീഷേഴ്സ് പറയാമോ? രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ സിനിമയിൽ എന്താണ്? വളരെ മോശം ആളുകൾ, അഴിമതി ചെയ്യുന്ന ആളുകൾ, ഇത്തരത്തിൽ ആളുകളെ പറ്റിക്കുന്ന ആളുകൾ, കുറെ നാടകങ്ങൾ കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്നു. ഇതാണ് സിനിമ. സിനിമയിലെ മന്ത്രിപുത്രന്മാരുടെ ക്ലീഷേഴ്സ് എന്തൊക്കെയാണ്? ഈ പറയുന്ന ഗേൾസിന്റെ കൂടെ കറങ്ങുക, ഗേൾസിന്റെ കൂടെ ചുറ്റിക്കറങ്ങുക, പൈസ സമ്പാദിക്കുക, പൈസ ചെലവാക്കുക, ഇതെല്ലാം ഉണ്ട്. റിയൽ ലൈഫിൽ ഇങ്ങനെയാണോ? റിയൽ ലൈഫിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ആളുകൾക്ക് സിനിമയിൽ മാത്രമേ ചെയ്യാൻ. റിയൽ ലൈഫിൽ അങ്ങനെ ഒരു മന്ത്രിപുത്രൻ ചെയ്താൽ ഇപ്പോഴത്തെ മീഡിയയിൽ ഇത് സെറ്റപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടി വിയിൽ വരും. അതാണ് ഇപ്പോഴത്തെ വീഡിയോ. കുറച്ച് മിനിസ്റ്റീരിയൽ ഡൗട്ട്സ് ആണ് ഞാൻ AK-47 ചോദിക്കുന്നത്. ഞാൻ മിനിസ്റ്റർ അല്ല, പക്ഷെ മിനിസ്റ്റീരിയൽ ഡൗട്ട്സ് ആണ്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 1, മിനിസ്റ്ററിന്റെ വീട്ടിൽ പവർ കട്ട് ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. മന്ത്രിമന്ദിരത്തിൽ പവർ കട്ട് ഉണ്ടാവുണ്ട്, ജനറേറ്റേഴ്സും ഉണ്ട്. ഒരു മിനിസ്റ്റർക്ക് എത്ര കാർ കിട്ടും? 2 കാർ, ഒന്ന് സപ്പോർട്ടീവ് കാറും ഒന്ന് സ്ഥിരം യൂസ് ചെയ്യാനുള്ള കാറും. ഒരു മിനിസ്റ്റർക്ക് എത്ര വേലക്കാർ കിട്ടും? വീട്ടിൽ നിൽക്കാനും സ്റ്റാഫും എല്ലാം കൂടെ ഇപ്പം മൊത്തത്തിൽ ഓഫീസ് വർക്ക്സും വീടും എല്ലാം കൂടെ 16 പേര്. ആൻഡ് എത്ര ഗൺമാൻമാരുണ്ടാവും? ഇപ്പം 4 പേരായിരിക്കും. റൊട്ടേഷൻ ആയിരിക്കും. ഇപ്പം ചീഫ് മിനിസ്റ്റർക്കും ഹോം മിനിസ്റ്റേഴ്സിനും കുറച്ച് കൂടുതലുണ്ടാവും. കാരണം സെക്യൂരിറ്റി റീസൺ കാരണം അവർക്ക് കൂടുതലുണ്ടാവും. ഒരു ഹോം മിനിസ്റ്റർ ആകുമ്പോൾ ഉള്ള തലവേദന എന്തൊക്കെയാണ്? ഹോം മിനിസ്റ്റർക്കാണ് ഏറ്റവും കൂടുതൽ തലവേദന. ഡേ ടു ഡേ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വകുപ്പ് എന്ന് പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം ഏത് കാര്യത്തിനും പോലീസ് ഇല്ലാതെ ഒരു കാര്യം മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെയുള്ള ഏറ്റവും ജനങ്ങളായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ആരോഗ്യമാണ്. ഈ മന്ത്രി ഫയൽ ഒപ്പിടണം എന്ന് പറയും. ഒരു ദിവസം ഒരു മന്ത്രിക്ക് എത്ര ഫയൽ ഒപ്പിടണം? 10, 400, 500 ഫയലുകളിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഫയലൊക്കെ ഒപ്പിടാൻ കാണും. ഒരു മന്ത്രിക്കോ? അത്രയും ഫയൽസ് കെട്ടിക്കിടക്കുന്നുണ്ടാവും. ഒരു മിനിസ്റ്ററിന് ഭീകര സാലറി ആണ്. മിനിസ്റ്റേഴ്സിന്റെ സാലറി വെറും 24,000 രൂപയുള്ളൂ. ഇതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ധാരണയാണ്. 24,000 രൂപ, 24,000 സംതിങ് ആണ്. TADA എല്ലാം കൂടി എനിക്ക് തോന്നുന്നു ഒരു 40,000 കിട്ടുമായിരിക്കും. സത്യം പറഞ്ഞാൽ ഒരു മിനിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഭാവിയിൽ പിന്നീട് പണക്കാരനാവാൻ പറ്റും എന്നൊക്കെ പറയുന്നത് ശരിയാണ്. സിനിമയിലാവാൻ പറ്റും. That's Binish Kodieri with me on Club FM. Star Jam. ടൺ കണക്കിന് ഫൺ. ഇന്ന് നമ്മൾ പൊളിറ്റിക്സ് സംസാരിച്ചു, സിനിമ സംസാരിച്ചു, സിനിമയുടെ ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിച്ചു. എന്റെ കൂടെ എന്നുള്ളത് ഒരു പൊളിറ്റീഷ്യന്റെ സണ്ണാണ്, ഒരു ആക്ടറാണ്, ക്രിക്കറ്ററാണ്. യെസ്, ബിനീഷ് കോടിയേരി. താങ്ക്സ് എ ലോട്ട് ഈ ഷോന് വന്നതിന്. താങ്ക് യു. സോ എങ്ങനെയുണ്ട്? ഹൗ വാസ് സ്റ്റാർ ജാം? സ്റ്റാർ ജാം മൊത്തത്തിൽ നല്ലതാണ്, നമുക്ക് നല്ല പണിയാണ് മൊത്തത്തിൽ. സ്റ്റാർ ജാമിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഫോട്ടോസിലൊക്കെ പേപ്പറിൽ ഇന്ന ദിവസം ഇന്ന ആളാണ് താരം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നമ്മളൊന്നും താരമായില്ല, ഇവർ വിളിക്കൊന്നും ഇല്ലല്ലോ, ഇപ്പൊ അങ്ങോട്ട് വിളിച്ചിട്ട് പറയാനും വയ്യ എന്നൊരു രൂപത്തിലായിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്റെ ക്വസ്റ്റ്യൻ ഞാൻ കേട്ടിട്ടുണ്ട്. വി സ്റ്റാർട്ടഡ് വിത്ത്, ഞാൻ പറഞ്ഞു ഒരു വലിയ രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ പുത്രനാണ്. ഉറപ്പായിട്ടും. പക്ഷെ ഇതൊക്കെ ആവുന്നതിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഒറ്റമുറി വീട്ടിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്ന് കറണ്ട് ഇല്ലാത്ത വീട്ടിൽ താമസിച്ചിട്ടുണ്ടെന്നൊക്കെ. ഇസ് ദാറ്റ് ട്രൂ? എന്തായിരുന്നു ആ കഥ? ഇല്ല, ഞാനൊരു കോളേജ് ഇപ്പം പറയുമ്പോഴത്തേക്ക് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെയൊക്കെ നമ്മൾ താമസിച്ചിരുന്ന തലശ്ശേരിയിലെ തറവാട്ടിന്റെ വീടിനോട് ചേർന്നിട്ടുള്ളൊരു വീട് തന്നെയാണ്. അപ്പൊ അന്നൊരു ഓടിട്ടൊരു വീട് തന്നെയാണ്. ഈ രാഷ്ട്രീയത്തിന്റെ പകിട്ടും വർണ്ണ പകിട്ടും ഞാനതാണ് നേരത്തെ സംസാരിച്ച പറഞ്ഞത്. ഇപ്പം ഒരു പൊളിറ്റീഷ്യനായി ഇപ്പം അച്ഛൻ ആ ഒരു ഇത്രയും ഒരു 10, 30, 35 വർഷം വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് പുള്ളി ഒരു മിനിസ്റ്റർഷിപ്പിലോട്ട് വരുന്നത്. അതിനു മുമ്പ് അങ്ങനെയുള്ള ആളുകൾ, ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ അച്ഛൻ്റെ കാര്യമല്ല, ഇപ്പൊ എല്ലാ പൊളിറ്റീഷ്യൻസിന്റെയും കാര്യം എടുത്ത് നോക്കുക, ഒരു 10-30 വർഷം വർക്ക് ചെയ്തിട്ടാണ് അവരൊരു മിനിസ്റ്റർഷിപ്പിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനു മുമ്പ് അവർക്കൊരു ലൈഫുണ്ട്. ആ ലൈഫ് ഒരു ആളുകളും കാണുന്നില്ല. എല്ലാ ആളുകളും ആ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് പ്രസന്റ് അവരെന്താണോ എന്നുള്ളത് മാത്രം താമസിക്കാനെന്നുള്ളൂ. അച്ഛൻ്റെ ഏതെങ്കിലും ഒരു പെയിൻഫുൾ സ്റ്റോറി അറിയാം? അച്ഛൻ്റെ ഒരുപാട് പെയിൻഫുൾ സ്റ്റോറീസ് ഇഷ്ടം പോലെയുണ്ട്. അച്ഛൻ കോളേജിൽ ചേരാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് കോളേജ് ചേരാൻ പറ്റാതിരുന്ന സമയത്ത് അച്ഛന് വീട്ടുകാർ സമ്മതിച്ചില്ല, പൈസ ഇല്ല, പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ലെങ്കിലും അപ്പം അച്ഛൻ്റെ നമ്മളെ വീടിന്റെ തൊട്ട് താഴെയുള്ള ഒരു വീടിന്റെ താഴെ രാഘവേട്ടൻ എന്ന് പറയുന്ന പണ്ടത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പുള്ളിയാണ് അച്ഛനെ കോളേജിൽ കൊണ്ട് ചേർക്കുന്നത്. ഫൈനൽ ക്വസ്റ്റ്യൻ. ഇപ്പോ ബിനീഷ് ക്രിക്കറ്റ് കളിക്കാൻ പോവാണ് 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ. അച്ഛൻ ക്രിക്കറ്റിന്റെ കാര്യത്തിൽ അഡ്വൈസ് ചെയ്യാറുണ്ടോ? ഒരിക്കലും ഇല്ല. അച്ഛന് പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു വരുന്നുള്ളൂ. ഇപ്പൊ സിനിമയുടെ കാര്യം തന്നെ തൂക്കി നടന്നോ? ഇല്ല, കളിക്കുന്ന ഇപ്പൊ എന്നെ സപ്പോർട്ടീവ് ആണ് പുള്ളി കളിക്കുന്നതിനൊക്കെ ഇഷ്ടമാണ്. ക്രിക്കറ്റ് അറിയോ? ഇല്ല. അച്ഛൻ ആ എന്താടാ അങ്ങോട്ട് പോകുന്നോളൂ, ആ എന്താടാ ഇങ്ങോട്ട് പോകുന്നോളൂ എന്ന് ചോദിക്കുന്നല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ക്രിക്കറ്റായിട്ട് കളിക്കുന്നതല്ല. അപ്പൊ അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടീവ്. ക്രിക്കറ്റ് ആയാലും സിനിമയായാലും. അഡ്വൈസ് തരാറുണ്ട് അച്ഛൻ? ക്രിക്കറ്റിലോ അറിഞ്ഞാലല്ലേ അഡ്വൈസ് തരാൻ പറ്റുള്ളൂ. Well, thanks a lot Binish Kodieri for sharing a lot of stories. Thank you. ഇപ്പം ഞാൻ ഇപ്പം ഇങ്ങനത്തെ ഒരു ഓപ്പൺ അപ്പ് ആയിട്ടുള്ളൊരു ഇന്റർവ്യൂസ് ഞാൻ മുമ്പ് വേറെ അടുത്തും കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മളൊരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയുള്ളൊരു വേദി കിട്ടിയപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് മാത്രമേ. Thanks a lot. Have fun. Fun.